ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചനോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് ഇവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു പകുതി സവാള മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 5 ബ്രെഡിൻ്റെ ഒരു പകുതി സവാള കറക്റ്റ് പാകമായിരിക്കും. ഒരു മീഡിയം വലിപ്പമുള്ള സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഒന്ന് കട്ടാക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു കൈപ്പിടിയോളം വരുന്ന മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. മല്ലിയില അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം പാടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ചതക്കി എടുത്താൽ മതി. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട കേട്ടോ, ഇതുപോലെ ഒന്ന് ചതക്കിയാൽ മതി. ഇനി എന്താ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 കോഴിമുട്ടയാണ് എടുക്കുന്നത്. മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള 4 മണി ചായക്കൊപ്പൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന, ഒരു ചായ തിളക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേറെ ഒരു പൊടികളും ആവശ്യമില്ല. ഈ ഒരു ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഇനി വേറെ മീറ്റ് മസാല ചേർത്താലും മതി. രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം പാടെ ഈ പൊടികൾ ഈ മുട്ടയിലേക്ക് നന്നായിട്ട് മിക്സ് ആവുന്ന പോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. പൊടികൾ ഈ മുട്ടയിൽ മിക്സായി കിട്ടാൻ കുറച്ച് നന്നായിട്ട് മിക്സ് ആക്കേണ്ടി വരും. എന്നാലും മാത്രമേ നന്നായിട്ട് ഇതൊന്ന് യോജിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളിവിടെ ചതക്കി വെച്ചിട്ടുള്ള എന്താ പറയുക മല്ലിയിലേക്ക് ഇല്ലേ, ആ പച്ചമുളകൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നമ്മളിതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇപ്പോൾ 2 3 ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ എടുത്ത പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 1 മാത്രം ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ചേർക്കുന്ന ചിക്കൻ മസാലയിലും ചെറിയൊരു എരിവൊക്കെ ഉണ്ടാകും. അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതുമാണ്. ഇനി അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിവിടെ നമ്മളെടുത്തിട്ടുള്ള ഈ 5 പീസ് ബ്രെഡ് നമുക്കൊന്ന് കട്ടാക്കി എടുക്കണം. ഇത് സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ സൈഡൊന്നും കളയുന്നില്ല. നിങ്ങൾക്ക് സൈഡ് വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം കളയാം. സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല ഈ ഒരു റെസിപ്പിക്ക്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നടുക്കുന്ന ഇങ്ങനെയൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി നല്ല ചെറുതാക്കി കട്ടാക്കണമെങ്കിൽ അങ്ങനെയും കട്ടാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വയ്ക്കാം. ഇതുപോലെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ആക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിൽ ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടയുടെ മിക്സ് കലക്കി വെച്ചതിലേക്ക് ബ്രെഡിൻ്റെ ഓരോ പീസും ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക കേട്ടോ. ഒരു അപ്പുറം ഇപ്പുറം 2 3 പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയത്തിൻ്റെയും ലോയിൻ്റെയും ഇടയിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് ബ്രെഡ് ആയതുകൊണ്ട് കരിഞ്ഞു പോകും. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു ചായ തിളക്കുന്ന സമയം മാത്രം മതി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ 10 മണിക്ക് സ്നാക്ക് കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെയും 10 മണിക്ക് കഴിക്കാനായിട്ടും കൊടുത്തുവിടാവുന്നതാണ്. 4 മണി ചായക്കൊപ്പമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാവുന്ന, ബ്രെഡും മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇനി ഇതാ ഒരു ഭാഗം ആയി വരുമ്പോൾ നമുക്ക് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും കേട്ടോ. ഒരു മീഡിയത്തിൻ്റെയും ലോയിൻ്റെയും ഇടയിൽ അങ്ങനെ വെച്ചാൽ മതി. ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ആരെങ്കിലും ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും അറിയിക്കാൻ മറക്കരുത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ആ മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവർ നല്ല ടേസ്റ്റായിട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു അടിപൊളി മണമൊക്കെ തന്നെയാണ് വരുന്നത്.
അപ്പോൾ ഇത് മുഴുവൻ ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്താ പറയുക, നല്ല ഒരു പ്രത്യേക മണമാണ് ഇതിങ്ങനെ മല്ലിയിലേക്ക് ചേർത്തിട്ട് നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന, ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.